നമസ്കാരം. ഷാ വിഷൻ്റെയും മൊയ്തീൻ ഷായുടെയും എല്ലാവർക്കും അനുമോദനങ്ങളും ആശംസിച്ചു. ബഹുമാന്യം ശ്രീധരൻ സാറ്, മെട്രോമാൻ ശ്രീധരൻ സാറിനെ കുറിച്ച് ഇന്ന് ഒരു റിപ്പോർട്ട് കണ്ട്. കാരണം കൊങ്കൺ റെയിൽവേ അതിസാഹസികമായി ഉദ്ദേശ സമയത്തേക്കാൾ നേരത്തെ പോകണതൊക്കെ നല്ല കാര്യം. പക്ഷെ അതിലൊരു ചെറിയ ഡൗട്ട്, ഉദ്യോഗസ്ഥന്മാർക്ക് ഒരുപക്ഷെ എല്ലാവർക്കും ദീർഘമായ വീഴ്ച ഉണ്ടാകണമെന്നില്ല, രാഷ്ട്രീയക്കാർക്കും അത് ഉണ്ടാകണമെന്നില്ല എല്ലാവർക്കും. പക്ഷെ അതിന് മെയിൻ നിൽക്കുന്ന ആൾ ഒരു സയൻറ്റിസ്റ്റ് ആയിരിക്കാം, അല്ലെങ്കിൽ സീനിയർ എൻജിനീയർ ആയിരിക്കാം, ഒക്കെ ആയിരിക്കും. അദ്ദേഹത്തിന് ഒരു കാഴ്ചപ്പാട് ദീർഘമായിട്ടുണ്ടായിരിക്കണം. അതായത് കൊങ്കൺ റെയിൽവേ വഴി നമ്മൾ പല പ്രാവശ്യം ഡൽഹിക്ക് പോയിക്കൊണ്ടാണല്ലോ, 4-5 മണിക്കൂർ ലാഭിക്കാം എന്നാണ് പറയുന്നത്. എന്തുകൊണ്ടാലും ചാർജ് വ്യത്യാസമുണ്ട്. പക്ഷെ അത് ആദ്യത്തെ ബഡ്ജറ്റിൽ തന്നെ, അന്നത്തെ ബഡ്ജറ്റിൽ നിന്ന് ഒരു 20% കൂട്ടിയിരുന്നെങ്കിൽ ഡബിൾ ലൈൻ പണിയാമായിരുന്നു. അത് ചെയ്യാതെ സിംഗിൾ ലൈൻ പണിതതിൻ്റെ ഫലമായി ട്രെയിൻ വളരെ മഴക്കാലമൊക്കെ വരുമ്പോൾ 15-20 കിലോമീറ്റർ വേഗതയൊക്കെ, അല്ലെങ്കിൽ ഈ പാറയൊക്കെ ഇങ്ങനെ റെയിൽപ്പാളത്തിൽ വീടും അപകടം ഉണ്ടാവും. അപ്പം അന്ന് ഈ പറയുന്ന ഇപ്പോൾ നമ്മൾ ലോകം കൊട്ടിഘോഷിക്കുന്ന പുകഴ്ത്തുന്ന ശ്രീധരൻ സാറിന് ഒരു അക്കാര്യത്തിൽ ബോധ്യവും ഉണ്ടായിരുന്നെങ്കിൽ 20% ബഡ്ജറ്റ് ഞങ്ങൾ കൂടുതൽ വേണം, ഞങ്ങൾ ഡബിൾ ലൈൻ പണിയാം എന്ന് പറഞ്ഞ് മറ്റുള്ള ഉദ്യോഗസ്ഥരെയും രാഷ്ട്രീയക്കാരെയും മന്ത്രിമാരെയൊക്കെ ബോധ്യപ്പെടുത്തിയിരുന്നെങ്കിൽ വളരെ ആശ്വാസമായിരുന്നു. ഇത് തുടങ്ങിയിട സിംഗിൾ ലൈനുള്ളൂ. അപ്പോൾ പണ്ട് നമ്മൾ ട്രിവാൻഡ്രത്ത് പോയിരുന്നതിന് സ്റ്റേഷനിൽ വണ്ടി നിർത്തി ക്രോസ് ചെയ്തതിൻ്റെ ബുദ്ധിമുട്ടുണ്ട്, പിന്നെ വേഗത്തിൽ പോകാൻ പറ്റുന്നില്ല. അതിനുശേഷം 20% ബഡ്ജറ്റിന് പകരം 15,000 ആയിരക്കണക്കിന് കോടി രൂപ കൊടുത്താണ് രണ്ടാമത് ഡബിൾ ലൈൻ ആക്കിയത്. ആ ഡബിൾ ലൈനിൻ്റെ പണി പൂർത്തിയാകാൻ അറിയില്ല. അപ്പോൾ നമ്മൾ ഒരാളെക്കുറിച്ച് നമ്മൾ അങ്ങേറ്റം പുകഴ്ത്തുമ്പോൾ ഇങ്ങനെയുള്ള ന്യൂനതകൾ ഉണ്ടെന്നുള്ളത് മനസ്സിലാക്കണം, അത് പറഞ്ഞോളൂ. മറ്റൊന്ന്, നമ്മളെല്ലാം വിദ്യാർത്ഥികളായിരുന്നു. LKG വിദ്യാർത്ഥിയാകും, UKG ആകാം, അല്ലെങ്കിൽ LP സ്കൂളാകാം, ഹൈസ്കൂളാകാം, ഏതിലും കേട്ടെ ഒരിക്കലെങ്കിലും വിദ്യാർത്ഥിയാകാത്ത നമ്മളുണ്ടാവില്ല. അപ്പം നമ്മളെ അന്നത്തെ കൂട്ടുകാരൊക്കെ ഓൾഡ് സ്റ്റുഡൻസ് യൂണിയനിലൊക്കെ പങ്കെടുക്കുമ്പോൾ പല മേഖലയിലും പ്രവർത്തിക്കുന്ന തമ്മിൽ കണ്ടുമുട്ടുകയും ചെയ്യും. അതിലൊന്നൊരു കുഴപ്പമില്ല. അങ്ങനെ കണ്ടുമുട്ടി പഴയ ഒരു കാമുകി അല്ലെങ്കിൽ സ്നേഹിതയാണെങ്കിൽ ഇന്ന് ഒരുമിച്ച് ജീവിക്കുന്ന ആഗ്രഹിക്കുന്നതൊന്നും തെറ്റില്ല. അപ്പോൾ അവർക്ക് ഭാര്യയും ഭർത്താവും 2 കുട്ടികളുണ്ട്, അല്ലെങ്കിൽ ഭാര്യയും 2 കുട്ടികളുണ്ട്, ഒക്കെ ശരി തന്നെയാണ്. എങ്കിലും സ്നേഹത്തിന് മുൻപിൽ പോയി എന്നിരിക്കാം, അതും ശരി. പക്ഷേ ട്രിവാൻഡ്രത്ത് നടന്നതുപോലെ മുൻ വിദ്യാർത്ഥിയുടെ കൂടെ കാമുകൻ്റെ കൂടെ ജീവിച്ച് 2-3 വർഷം ജീവിച്ച് ആ കാമുകൻ വിവാഹം കഴിക്കാൻ ശ്രമിച്ചപ്പോൾ, വേറൊരു സ്ത്രീയെ വിവാഹം കഴിക്കാൻ ശ്രമിച്ചപ്പോൾ തലേ ദിവസം കാമുകൻ്റെ വീട്ടിൽ ചെന്ന് ആത്മഹത്യ തൂങ്ങിച്ചത്തത്, അതെന്ത് നീതിയാണ്, എന്ത് ന്യായമാണ്? അതുകൊണ്ട് എൻ്റെ സഹോദരന്മാരെ, പ്രേമിക്കണ്ടെന്നോ മുൻ കാമുകനെ കാണണ്ടെന്നോ അവരായിട്ട് ഒരുപക്ഷെ ഒരുമിച്ച് ജീവിക്കേണ്ടെന്നൊന്നും പറയുന്നില്ല. പക്ഷെ നിങ്ങൾ ജീവിച്ച് കാണിച്ചു കൊടുക്കണം. മരിച്ചു കഴിഞ്ഞാൽ പ്രശ്നം തീരുമോ? മരണം ഒന്നിനും പരിഹാരമല്ല. ഇപ്പം ആ 2 കുട്ടികളും ആ ഭർത്താവും ആ കുടുംബവും എത്രമാത്രം ബുദ്ധിമുട്ടും കഷ്ടമനുഭവിക്കും. നിങ്ങൾക്കിങ്ങനെ പോകണമെങ്കിൽ പോകുന്നേ, അത് ആരും അറിയാതെ കോപ്പിയായിട്ട് നടത്തിപ്പോയാൽ പോരെ. അത് കഴിഞ്ഞ് നിങ്ങളുടെ ആ മധുവിധ ആഘോഷം തീരുമ്പോഴേ അവൻ ആരെയും കല്യാണം കഴിച്ച് പോട്ടെ. അത് പാടില്ല. 2 ഭാര്യയും അല്ലെങ്കിൽ 2 കുട്ടികളും ഒരു ഭാര്യ ഭർത്താവുള്ള ഒരു സ്ത്രീ പഴയ കാമുകൻ്റെ കൂടെ പോയിട്ട് അവസരം അവൻ കല്യാണം കഴിക്കുക അറിഞ്ഞപ്പോൾ അത് ഒരു കാര്യം ആലോചിക്കുക. ആ സ്ത്രീ ആത്മഹത്യ ചെയ്ത് അതുപോലെ വികാരം വിഷമം ഇല്ലേ എൻ്റെ പൊന്ന്? മരിച്ചോട് പറഞ്ഞിട്ട് കാലം, ഇനി ജീവിച്ചിരിക്കുന്നവരാണ്. ഈ ഭർത്താവും 2 കുട്ടികൾക്കും അമ്മ പോയതിലും ഭാര്യ പോയതിലും വിഷമമില്ലേ? അവർക്കൊന്നും ആത്മഹത്യ ചെയ്യാൻ പാടില്ല. ഇന്ന് അത് ആലപ്പുഴയിൽ നിന്നൊരു കുഞ്ഞിനെ അച്ഛനായിട്ട് തീവണ്ടി ചാടി ചത്തിരിക്കുകയാണ്, 2-3 വയസ്സുള്ളൂ. എന്താണ് നമ്മുടെ മനുഷ്യർക്ക് പറ്റുന്നത്? നിങ്ങൾ ചാവൂ, നിങ്ങളുടെ ഇഷ്ടം.
ആത്മഹത്യ നിരോധിച്ചിരുന്നെങ്കിൽ ഇപ്പോൾ അത് എടുത്തു കളഞ്ഞിട്ടുണ്ട്, അത് കുറ്റമല്ല ഇപ്പോൾ. പക്ഷെ നിങ്ങൾ ഈ കുഞ്ഞുങ്ങളോട് പോകുന്നതിനാ, ആ കുഞ്ഞെങ്ങനെ വളരും? അത് മണ്ടത്തരം കാണിക്കില്ലെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുകയാണ്. നമ്മുടെ മറ്റൊരു വിഷയമാണ് പറയാൻ പോകുന്നത്. ഗാർഗെ ഇന്നലെ കൂടി AICC അല്ല വർക്കിംഗ് കമ്മിറ്റിയിൽ ഒരു പക്ഷേ വലിയ ക്ഷുഭിതനായിട്ട് അണികളോട് സംസാരിക്കും. അണികളോടായാലും സഹപ്രവർത്തകരോട്. അണികൾ വേറെ, സഹപ്രവർത്തകരാണല്ലോ. സഹപ്രവർത്തക നേതാക്കളാണ്. നിങ്ങൾ തെറ്റുപറ്റി, നമ്മൾ അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞു. ഇത് തന്നെയല്ലേ ഗാർഗേജ് ഞങ്ങൾ 6-8 വർഷമായിട്ട് പറയുന്നത്. എന്താണ് പറഞ്ഞത്? ആൾക്കൂട്ടം വോട്ടാവില്ല. ഇതെന്തപ്പോൾ ഗാർഗെ പറഞ്ഞത്? നിങ്ങൾ വോട്ട് ശേഷി പേര് ചേർക്കണം, ആ വോട്ടുകൾ ചെയ്യിക്കണം. വോട്ട് ചെയ്ത മാത്രം പോലെ എണ്ണി തിട്ടപ്പെടുന്നതിന് നിങ്ങളിന് പുറകിൽ മാറരുത് എന്നുകൂടി ഞങ്ങൾ പറഞ്ഞ 4 പോയിന്റാണ് ഇന്ന് ഗാർഗെ ആ യോഗത്തിൽ പറഞ്ഞത്. ഇതൊക്കെ സാധാരണക്കാരെ ഞങ്ങൾ 4-8 വർഷം മുമ്പ് പറയുന്നതാണ്. ഇപ്പോഴാണ് ഗാർഗയ്ക്ക് ബോധോദയം ഉണ്ടായത്. ഇവരൊക്കെ ഭാവനയിൽ കാണാത്ത അനുഭവത്തിന് കൂടി വെളിച്ചത്തിൽ മാത്രമേ കാര്യങ്ങൾ മനസ്സിലാവുമെങ്കിൽ അനുഭവിച്ചതിന് ശേഷം എല്ലാം തിരുത്താൻ പറ്റുമോ? വിഷം കുടിച്ച് പരീക്ഷ നടത്താൻ വിഷം കുടിച്ച് എത്താൻ പിന്നെ തിരുത്താൻ പറ്റുമോ? അതുപോലെ മഹാരാഷ്ട്ര പോയി, ഹരിയാന പോയി, മറ്റ് UP പോയി, എല്ലാം പോയതിന് ശേഷമാണ് അന്ത്യ നിമിഷത്തിൽ ഗാർഗെ പറയുന്നത് തെറ്റ് പറ്റിയിട്ടുണ്ട്. അത് തന്നെയല്ലെന്ന് ഉദ്ധവ് താക്കറെ പറഞ്ഞിരിക്കുകയാണ്. ഉദ്ധവ് താക്കറെ കോൺഗ്രസ് അമിതമായ വിശ്വാസമാണ് തോൽവി കാണും. ഞാൻ മനസ്സിലാക്കുന്നത് 10-14 സീറ്റ് മറ്റേ BJPൻ്റെ എന്തിനുള്ളൂ, BJPക്ക് ഒറ്റക്ക് ഭരിക്കാൻ പോരായുള്ളൂ. അത് പക്ഷേ ഈ ഉദ്ധവ് താക്കറെ എടുത്ത് അവർക്ക് ഈ മറ്റു ശിവസേനയൊന്നും ഇല്ലാതെ ഭരണം കൊണ്ടു നടക്കൽ വേണമെങ്കിൽ. അപ്പോൾ ഒരു പക്ഷേ ഇന്ത്യ മുന്നിൽ നിന്ന് ബാക്കൗട്ട് പുറത്തു പോകാനുള്ള ഒരു ശ്രമം കൂടിയാണ് ഉദ്ധവ് താക്കറയുടെ പ്രസ്ഥാനം എന്ന് മനസ്സിലാക്കുന്നത്. കാരണം ഈ രാഷ്ട്രീയ നേതാക്കളെല്ലാം പാർട്ടി മാറുന്നതിനും മുന്നണി മാറുന്നതിനും ഒറ്റ പ്രസ്താവന മതി. ഞാൻ പലപ്പോഴും പറയല്ലേ, ഇപ്പോഴത്തെ പ്രത്യേക സാഹചര്യത്തിൽ മോഡിജി ഗവൺമെൻറ്റിന് മോഡിജിയുടെ കരങ്ങൾക്ക് ശക്തി വർദ്ധിക്കുന്നതാണ് നല്ലതെന്ന് പറഞ്ഞ് അങ്ങോട്ട് പോകാം. ഒറ്റ പ്രസ്താവന മറിച്ചു ആകാം. ഇപ്പോൾ CPM ഒരാളൊന്ന് BJP ചേർന്നു, കോൺഗ്രസ് ചേർന്നു, മറ്റൊരു. അത് തന്നെ ഇപ്പോൾ ആലപ്പുഴ പോലുള്ള സ്ഥലങ്ങളിൽ CPM യോഗത്തിൽ ഉന്തും തള്ളും അടിയൊക്കെ ഉണ്ടാകുമ്പോൾ പലരും സന്തോഷിക്കുകയാണ്. ഞങ്ങൾക്ക് സന്തോഷമല്ല വരുന്നത്, ഞങ്ങൾക്ക് ദേഷ്യവും സഹതാപമാണ്, ഭയമാണ്. കാരണം ഈ സംഘപരിവാറിന് ഒരു പരിധി വരെ കേരളത്തിലെങ്കിലും പിടിച്ചു നിർത്തിയത് CPM ആണെന്നേ. അതിൻ്റെ ഒരു ഭാഷയെ പറഞ്ഞാൽ പകല് കോൺഗ്രസ്, രാത്രി RSS കളസോട്ടരല്ല. ആ CPM ആണ് ഇന്ന് അപകടത്തിലേക്ക് പോയി സംഘപരിവാറിന് കൊലകുത്തി നടക്കുന്നത്. സുധാകരൻ എന്ന് പറയുന്ന സാമാന്യം വലിയ തെറ്റില്ലാത്ത നേതാവ് ആലപ്പുഴ പാർട്ടിയിലേ ഇല്ല. പാർട്ടി പലരും പോകുന്നു, അത് കണ്ട് കുറെ കോൺഗ്രസ്സുകാരോ കുറെ ലീഗുകാരൊക്കെ സന്തോഷിക്കും. പക്ഷേ ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങൾ സന്തോഷമല്ല. കമ്മ്യൂണിസ്റ്റ് പാർട്ടി തകരുന്നത് ഇന്ത്യയിൽ മൊത്തത്തിലും കേരളത്തിൽ പ്രത്യേകിച്ചും അപകടമാണ്. അവർക്ക് തെറ്റുണ്ടാകും, കുറ്റങ്ങളുണ്ടാകാം. പക്ഷേ ഈ ഫാസിസത്തിനെതിരെ ഒരു പരിധിവരെ പിടിച്ചത് ധീരരായ യുവാക്കൾ, യോദ്ധാക്കൾ, സഖാക്കൾ, DYFക്കാർ, SFIക്കാർ, സഖാക്കളൊക്കെയാണ്. അവർ വഴിതെറ്റി കുഞ്ഞാടായിപ്പോയി. അത് കാരണക്കാരൻ്റെ ഈ പിണറായിയാണ്. പിണറായിയുടെ കുടുംബത്തെ രക്ഷപ്പെടുത്താൻ വേണ്ടി സംഘപരിവാറിന് അനുകൂലം നിൽക്കേണ്ടി വരുന്നു, അല്ലെങ്കിൽ അകത്തിടും. അങ്ങനെ പാർട്ടി നശിപ്പിച്ചില്ലേ. നമ്മുടെ മായാവതി, BSPയുടെ മായാവതി അവസാനം സ്വയം രക്ഷയ്ക്ക് വേണ്ടി പാർട്ടി ഒറ്റുകൊടുത്ത് BJP സപ്പോർട്ട് ചെയ്തില്ലേ? ഒരിക്കൽ മുലായം സിംഗ് ചെയ്തില്ലേ? ശരത് പവാർ രഹസ്യമായിട്ട് ചെയ്യല്ലേ? അവർക്കൊന്നും ഈ അകത്ത് കിടക്കാൻ പറ്റില്ലേ? അപ്പോൾ എന്താ വേണ്ട, രഹസ്യമായിട്ട് സപ്പോർട്ട് ചെയ്യും, പരസ്യമായിട്ട് വാക്ക് ചെയ്യും. ഇന്ന് ഇന്ത്യയിലെ ചില നെറികിട്ട രാഷ്ട്രീയ നേതാക്കൾ പരസ്യമായിട്ട് BJP വിമർശിക്കുകയും രഹസ്യമായിട്ട് അവരായിട്ട് സഖ്യവും അവർക്ക് വേണ്ടി വാദിക്കുകയും ചെയ്യുന്നുണ്ട്. പല നേതാക്കളും എവിടെ എത്തിയപ്പോൾ നമ്മുടെ കാര്യങ്ങൾ. ഇന്നിപ്പോൾ ഘോര പ്രസംഗത്തായിട്ട് നമ്മുടെ ആങ്ങളെ പെങ്ങൾ വന്നല്ലോ.
കോഴിക്കോട് വിമാനത്താവളത്ത് ഇറങ്ങി കൽപ്പറ്റയിൽ മറ്റ് യോഗങ്ങൾ പങ്കെടുക്കും, നന്ദി പറയും, അതൊക്കെ ശരി തന്നെ. അതുകൊണ്ട് നിങ്ങൾ വിജയിച്ചു എന്നാണ് തോന്നുന്നത്. ഇന്നലെ കുപ്പിപ്പാൽ വിറ്റ പോലെയാണ്. നിങ്ങൾ അതുകൊണ്ട് ഈ പാർട്ടിയെ നശിപ്പിച്ച് മാത്രം നിങ്ങൾ നശിക്കരുത്. ഈ കാര്യം പറഞ്ഞ് ഈ ഖാർഗെ പറഞ്ഞിട്ടില്ല, പല കാര്യം ഖാർഗെ പറഞ്ഞു. 540 സീറ്റുള്ള ഇന്ത്യൻ പാർലമെന്റിലേക്ക് വയനാട്ടിൽ ലീഗിന്റെ കാലിന്റെ അടിയിൽ വന്ന് പാർലമെന്റിൽ എത്തിയത് ഖാർഗെ അപ്പോഴത് ഒളിച്ചു വെച്ച്. അധികം മണ്ടന് മനസ്സിലായില്ലയോ? മനസ്സിലായി കാണില്ല. ഇപ്പോ എന്താണ് ഇന്ത്യൻ രാഷ്ട്രീയം? 500 വടക്ക് ഇന്ത്യയിൽ നിന്ന് മത്സരിച്ച് ജയിച്ച് പാർലമെന്റിലെത്താൻ സാധിക്കില്ല എന്ന് കണ്ടാൽ ആ ഒറ്റ കാരണം മതി കോൺഗ്രസിന്റെ നാശത്തിനും ഈ പ്രിയങ്കയുടെയും രാഹുലിനൊക്കെ അധപതനത്തിനും. അവർക്കൊരു ചിന്ത പോലും ഉണ്ട്. അത് ഏതെങ്കിലും കോൺഗ്രസ് പറയുന്നുണ്ടത് നിങ്ങൾ തെറ്റായിന്ന്. ഞാൻ ഇന്നലെ വീണ്ടും പറയാണ്. കാരണം ഒരുപടി ആൾക്കാരെ കുറിച്ച് അനുകൂലിച്ചും എതിർത്തും ഒക്കെ വാക്കാലും ഫോണിൽ കൂടിയും മെസ്സേജൊക്കെ അയക്കുന്നുണ്ട്. അവർ കുഞ്ഞാക്കൊക്കെ ഒരു ബോധം ഉണ്ടെങ്കിൽ വെളിവിട്ട് ഇത് മനസ്സിലാക്കിയിട്ട് വെച്ചിട്ടാണ് പറഞ്ഞത്. കാരണം കുഞ്ഞാക്കൊക്കെ ഉപദേശിക്കേണ്ട ഗതികേട് വന്നപ്പോഴേ ഞങ്ങളൊക്കെ വാസ്തവത്തിൽ എന്താ ചിന്തിക്കുക? കുഞ്ഞാക്ക അവിടെ കിടക്കും, പോയി മൊയ്തീൻ ഷാ അവിടെ കിടക്കും. കുഞ്ഞാക്ക കോടാനുകോടീശ്വരൻ, രാഷ്ട്രീയ ഭീമം, വലിയ വലിയ ആള്. ഞാൻ വെറും പീറ. ഈ പീറയുടെ വാക്ക് കേട്ടിട്ട് അതുപോലെ ഉൾക്കൊള്ളാൻ പറ്റാത്ത കുഞ്ഞാക്കൊക്കെ എങ്ങനെ ഇന്ത്യ ഇനി ഭരണത്തിൽ പിടിച്ചെടുക്കുമെന്ന് പറഞ്ഞാൽ വയസ്സായില്ലോ, 10, 70, 75 ആയില്ലേ. ഇനി എത്ര കാലം ഉണ്ടാവും? ഖാർഗെക്ക് 90 വയസ്സായതാണ്, 85 കഴിഞ്ഞ്. ഇവരൊക്കെ ഇനി 5 വർഷം കഴിയണം. 5 വർഷങ്ങളിൽ എന്തെല്ലാം സംഭവിക്കാം, അല്ലെ സംഭവിക്കും. വീഴാറായി, വീണു. അതുപോലെയാണ്. ഇതൊക്കെ കുഞ്ഞാക്കൊക്കെ മനസ്സിലാക്കുന്നുണ്ടോ? ഖാർഗെക്ക് മനസ്സിലാകുന്നുണ്ടോ? രാഹുലിന് മനസ്സിലാകുന്നുണ്ടോ? രാഹുലിനും പ്രിയങ്കയ്ക്കും മനസ്സിലാകുമായിരുന്നെങ്കിൽ 543 സീറ്റുള്ള ഇന്ത്യൻ പാർലമെന്റിലേക്ക് ഒരു കാരണവശാലും. മിറാന്റെ കഥ പറഞ്ഞു. മിറാന്റെ അച്ഛനും മകനോട് മിറാന്റെ പെണ്ണ് കാണാൻ ചെന്ന്. അപ്പൊ മകൻ ആ പെണ്ണെ കണ്ട് ഇഷ്ടമായില്ല. അപ്പോൾ ആ അച്ഛൻ പറയാണ്, ഇഫ് ഐ വർ യു ഐ വിൽ മാരി ഹർ. നിന്റെ സ്ഥാനത്ത് ഞാനായിരുന്നെങ്കിൽ ആ പെൺകുട്ടി ഞാൻ വിവാഹം കഴിച്ചായിരുന്നു. പക്ഷെ മകന് ഇഷ്ടമായില്ല. അതുപോലെ നിങ്ങൾ ചിന്തിക്കാൻ പാടില്ല. നിങ്ങളുടെ സ്ഥാനത്ത് ചിന്തിക്കണം. നിങ്ങളുടെ സ്ഥാനത്ത് ചിന്തിക്കുമ്പോൾ 100% ഫെയിലിയറാണ്, അല്ലെങ്കിൽ അട്ടർലി ഫെയിലിയറാണ് നിങ്ങൾ കാണിച്ചത്. ആ 543 സീറ്റുള്ള ഇന്ത്യൻ പാർലമെന്റിലേക്ക് പ്രധാനമന്ത്രിയാകാൻ സാധ്യതയുള്ള, പ്രസിഡന്റ് ആകാൻ സാധ്യതയുള്ള പ്രതിപക്ഷ നേതാവായി എ.ഐ.സിയുടെ പ്രസിഡന്റായി ഈ യുവ മിഥുനങ്ങളല്ല, ഈ പെങ്ങന്മാരാണല്ലോ, മിഥുനമല്ല, യുവ സഹോദരന്മാർ ഈ മുസ്ലിം ലീഗിന്റെ കാലിൻ്റെ അടിയിൽ വന്ന് ആശ്രയിച്ച് നേടിയപ്പോൾ തീർന്നില്ല അവിടെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസും പ്രതിപക്ഷ മുന്നണിയും രാഹുലും പ്രിയങ്കയും. ഇത് ഏതെങ്കിലും കുഞ്ഞിന്, ഏതെങ്കിലും പ്രതിപക്ഷ മുന്നണിപ്പെട്ട നേതാക്കൾക്ക് മനസ്സിലാകുകയാണോ അതോ മനസ്സിലായിട്ട് മിണ്ടായിരിക്കുന്നതാണോ? കേരളത്തിലെ കോൺഗ്രസ് ആശ്വാസമാണ്. ഒരു കാര്യം നമുക്ക് വേണ്ടി ചിന്തിക്കാം. പ്രിയങ്ക ഗാന്ധിയും രാഹുലും കൂടി ഒരുമിച്ചാണ് വയനാട് വാദിക്കുന്നത് പാർലമെന്റിൽ. അങ്ങനെ അഭിമാനിക്കാം. അങ്ങനെ വയനാടല്ലല്ലോ ഇന്ത്യ, കേരളമല്ലല്ലോ ഇന്ത്യ. വയനാട്ടിൽ വാദിച്ചിട്ട് വയനാട് നമ്മൾ സ്വർഗമാക്കി. ഈ 2 ആംഗ്ലി പെങ്ങളും വലിയ നേതാക്കളെ വയനാട് സ്വർഗമാക്കി വിചാരിക്കുക. അതുകൊണ്ട് ഇന്ത്യക്ക് നേട്ടം, പ്രതിപക്ഷ മുന്നണിക്ക് നേട്ടം. എങ്ങനെ ഭരണത്തിൽ കയറും? ഒരു കുഞ്ഞിനെങ്കിലും കേരളത്തിലെ എത്ര കോൺഗ്രസ് നേതാക്കളുടെ മുടിച്ചൂട മന്നന്മാര് രാഷ്ട്രീയം പഠിച്ചരച്ച് കലക്കി കുടിച്ചുകൊണ്ടിരിക്കുന്ന കയ്യിൽ വെച്ചിരിക്കുന്ന കൈവെള്ളിട്ട് പന്താടുന്ന ഈ സതീശനും ഈ സുധാകരനെ വിട്ടുകളെ പോട്ടത് അതാണ് വിളിച്ചിട്ട് ഇത് ഇടുത്തിയാട്ടക്കാരന് രക്ഷപ്പെടില്ല. അതുപോലെ കെ എം ഷാജി അവിടെ ഈ കുഞ്ഞാക്കുണ്ടല്ലോ സമാധാനശീലം. ഈ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനുണ്ടല്ലോ. വേണുപോലും മനസ്സിലാവൂല. വേണുവിന് നീതിക്കാളെ വേണമെന്നില്ല, ചിന്തിയൊന്നുമില്ല. ഇപ്പം ഞാൻ ലേറ്റസ്റ്റ് കേട്ട് വേണു രാഹുൽ തമ്മിൽ ഭയങ്കര അകൽച്ചയിലാണെന്നൊക്കെ കേൾക്കുന്നുണ്ട്. ശരിയാണെന്നറിയില്ല. ഈ സതീശന് മനസ്സിലായില്ലേ? കുഞ്ഞാക്കൊക്കെ മനസ്സിലായില്ലേ?
ഈ രണ്ട് നേതാക്കൾ ഞാനിപ്പോൾ ശാന്തരായി ചിന്തിക്കുള്ളൂ. നിങ്ങൾക്ക് മനസ്സിലായില്ലേ, 541 സീറ്റുള്ള ഇന്ത്യൻ പാർലമെന്റിലേക്ക് ഈ വയനാട് സീറ്റിൽ വന്ന് ആങ്ങളെയും പെങ്ങളും മത്സരം ജയിച്ചു പോയത് അത് വിജയമാണോ തോൽവിയുടെ ആരംഭമാണോ? എന്താണ് സഹോദരങ്ങളെ, എന്താണ് സഖാക്കളെ നിങ്ങൾക്ക് മനസ്സിലാക്കാത്തത്? ഈ മുഴുവൻ പറഞ്ഞ് തലയിൽ കയറാത്തത്. ഇനി നിങ്ങളെങ്ങനെ പിടിച്ചെടുക്കും? വടക്കേ ഇന്ത്യയിൽ 542 സീറ്റുള്ള 20 സീറ്റ് കേരളത്തിലുണ്ട്. 523 സീറ്റ് ഉണ്ടായിട്ടും അതിൽ നിന്ന് ഒരു സീറ്റിൽ നിന്ന് ഇന്ത്യൻ പാർലമെന്റിൽ എത്താൻ നിങ്ങൾക്ക് സാധിക്കില്ല എന്ന് നിങ്ങൾ രേഖാമൂലം തെളിയിച്ചില്ലേ? രേഖാമൂലം ബോധ്യപ്പെടുത്തിയില്ലേ? ചരിത്രം രേഖപ്പെടുത്തിയില്ലേ? ഇത് മനസ്സിലാൻ പറ്റുമോ? എന്നിട്ടാ നിങ്ങളാണോ ഈ നാളെ BJP താഴെ ഇറക്കി ഭരണത്തിൽ പോകുന്നുണ്ട്? നിങ്ങളുടെ ജീവിതകാലത്ത് നടക്കുമോ? രാഹുലിന്റെ പ്രിയങ്കയുടെ ജീവിതകാലത്ത് ഇന്ത്യയുടെ പ്രധാനമന്ത്രിയാവില്ല. ഇതുപോലത്തെ മണ്ടത്തരം കാണിച്ചിരിക്കുന്നത്. അവിടെ ഞാൻ നിങ്ങളോട് പറഞ്ഞു, നിങ്ങൾക്ക് എന്തെങ്കിലും ആത്മാർത്ഥത ഉണ്ടെങ്കിൽ, കുഞ്ഞാക്ക ഉൾപ്പെടെ പറയാൻ ആത്മാർത്ഥത ഉണ്ടെങ്കിൽ ആ ശിവകുമാറിന് ചാർജ് ഏൽപ്പിക്കുക തൽക്കാലം. അയാൾ മിടുക്കാൻ, അയാൾക്ക് അറിയാം അമിത്ഷായും മോഡിയൊക്കെ എങ്ങനെ കൈകാര്യം ചെയ്യുന്ന അയാൾക്ക്, അദ്ദേഹത്തെ അറിയാം. അതാക്കൂല, ചിന്തിക്കൂല. അതുള്ള പ്രതിപക്ഷം BJPക്കാർ വന്ന് പിന്നെ പ്രധാനമന്ത്രി സ്ഥാനത്തേക്ക് വെറുതെ ഭംഗിവാക്കെങ്കിലും പ്രധാനമന്ത്രി സ്ഥാനത്തേക്ക് ഖാർഗെയുടെ പേര് പറഞ്ഞില്ലല്ലോ. നിങ്ങൾ കഴിഞ്ഞ മത്സരങ്ങളിൽ പ്രധാനമന്ത്രി സ്ഥാനാർത്ഥി ഉണ്ടായിരുന്നോ? ആൾക്കാർ നോക്കൂല്ലേ ഞങ്ങൾ ആർക്ക് വോട്ട് ചെയ്യണത്, ഞങ്ങൾ ആരാണ് ഞങ്ങളുടെ പ്രധാനമന്ത്രി? അതൊന്നും ഉണ്ടായില്ല, ഉണ്ടാക്കാൻ പറ്റിയില്ല. ഇങ്ങനെ ചിന്തിക്കുന്ന ഈ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസും അത് നയിക്കുന്ന പ്രതിപക്ഷ പാർട്ടികളും എങ്ങനെയാണ് ഇത്രയും അട്ടിമറിയിൽ കൂടി അധികാരത്തിൽ കയറാൻ കയറിക്കൊണ്ടിരിക്കുന്ന, അധികാരത്തിൽ എത്തിക്കൊണ്ടിരിക്കുന്ന സംഘപരിവാറിനോടോ? കാരണം നമുക്ക് ഒരു കാര്യം നേടണമെങ്കിൽ ലക്ഷ്യമുണ്ട്, മാർഗമുണ്ട്. എയിം ആൻഡ് എയ്ഡ്സ് ആണ്. ചിലർക്ക് ലക്ഷ്യം മാത്രം നോക്കിയാൽ മതി, മാർഗം ഏത് സ്വീകരിക്കാം. ചിലർക്ക് മാർഗം നന്നായിരിക്കണം. ഞാൻ പറഞ്ഞു, ഒരു ക്രിസ്ത്യൻ പള്ളി പണിയണമെങ്കിൽ പള്ളി പണിയാൻ ലക്ഷ്യത്തിലെത്താം, മാർഗം ലക്ഷ്യത്തിൽ വയ്ക്കാം, തെറ്റൊന്നുമില്ല. പക്ഷെ ഒരു മുസൽമാനെ സംബന്ധിച്ച് പറ്റില്ല. അവൻ ലേലച്ചിട്ട് ഹറാമാണ്, ഹറാമിന് നിഷിദ്ധമാണ്. അതുപോലെ BJP സംബന്ധിച്ച് അധികാരത്തിൽ കയറി ഏത് മാർഗവും സ്വീകരിക്കാം. അപ്പോൾ ലക്ഷ്യം ഒന്നും മാത്രമുള്ളൂ, അധികാരത്തിൽ എത്തുക. അങ്ങനെ കുൽസിത ശ്രമത്തിൽ കൂടി ഇലക്ഷൻ കമ്മീഷൻ ആയിട്ട് പറയാനും പറ്റില്ല. കാരണം അതൊരു സ്ഥാപനം, അത് അധികാരമുള്ള സ്ഥാപനമല്ല, അങ്ങനെയൊക്കെ പറയാൻ പാടില്ല. എങ്കിലും പറയാണ്, 76 ലക്ഷം വോട്ടിൻ്റെ വ്യത്യാസമുണ്ടെന്ന് നിർമ്മല സീതാരാമൻ്റെ ഭർത്താവ് ഇന്നിപ്പോൾ ആധികാരികമായിട്ട് പറഞ്ഞിരിക്കുകയാണ്. 5 PM നിൽക്കുമ്പോൾ 58.2%. അത് രാത്രി 11:30 ആയപ്പോൾ 6 മണിക്കൂർ കൊണ്ട് കൂടിയിരിക്കുന്നത് എത്രയെന്ന് അറിയുമോ? ഏതാണ്ട് ഒരു 3/4 കോടിയുള്ള വോട്ട്, 76 ലക്ഷം വോട്ട് കൂടിയിരിക്കുകയാണ്. എങ്ങനെ വന്നു? തന്നെയുമല്ല, നിങ്ങൾ ശ്രദ്ധിക്കണം. ഇതൊക്കെ ഈ മരങ്ങോടന്മാരോട് പറഞ്ഞു കാര്യമല്ലോ. 5 വർഷം കൊണ്ട് 37 ലക്ഷം വോട്ടാണ് മഹാരാഷ്ട്രയിൽ ചേർത്തിരിക്കുന്നത്. ഇത് 5 മാസം കൊണ്ട് 47 ലക്ഷം വോട്ട് ചേർത്തിട്ടുണ്ട്. അതിൽ ഓരോ മണ്ഡലത്തിലും അസംബ്ലി മണ്ഡലം ഉറപ്പാണ് 10,000-ൽ വരെ വോട്ട് കൂടിയിരിക്കുക. ചില 50 മണ്ഡലത്തിൽ 50,000 വരെ വോട്ട് ചേർത്തിട്ടുണ്ട്. അവിടെയാണ് ബുദ്ധി, അതാണ് രാഷ്ട്രീയം. വോട്ടേഴ്സിന് പേര് ചേർക്കുക. ഇത് ആൾക്കൂട്ടം ഉണ്ടാക്കിയത്, ആങ്ങളും പെങ്ങളും ആൾക്കൂട്ടം ഉണ്ടാക്കി. ആങ്ങളും പെങ്ങളെ കാണാൻ കുറെ ആൾക്കൂടം ഉണ്ടാക്കാത്ത മുഖം പറഞ്ഞുകൊണ്ട് ഒരു ആൾ കൂടും. അതുകൊണ്ട് വോട്ടായി കിട്ടുമോ? അഖിലേഷിനെ പോലും നിങ്ങൾ പറ്റിച്ചില്ലേ? അയാൾ കുറച്ചൊക്കെ ശ്രദ്ധിക്കണം. അത് നിങ്ങളുടെ കൂടെ കൂടി നിങ്ങൾ നശിപ്പിച്ചില്ലേ? അതാണ് ഞങ്ങൾ പറഞ്ഞത്, ആൾക്കൂട്ടം വോട്ടാകൂല എന്ന് ഞങ്ങളൊരു 10 വർഷമായി പറഞ്ഞു തുടങ്ങിയിട്ട്, 11 വർഷമായി. എന്നിട്ട് 11 വർഷം ശേഷമാണ് ഗാർഗെ, AICCയുടെ പ്രസിഡന്റ് ഗാർഗെ എന്ന് പറഞ്ഞ ലോക നേതാവിന് ബോധ്യമായത്. ഇന്നലത്തെ വർക്കിംഗ് കമ്മിറ്റിയിൽ പറഞ്ഞത് ഇങ്ങനെ പോയാൽ പോരാന്ന്. അമിതമായ വിശ്വാസം, അതും തെറ്റാണ്. അതായത് 2 കാര്യമാണ്. നമ്മൾ ഈസിയായിട്ട് ജയിക്കുമെന്ന് വിചാരിക്കുന്നു, തോറ്റു രക്ഷയില്ല, ഇത് രക്ഷയില്ല, ഇത് രണ്ടും അപകടമാണ്. ഇത് ഇലക്ഷൻ സംബന്ധിച്ച് പറയുമ്പോഴേ ഒരു രാഷ്ട്രീയക്കാരനെയോ ഞാൻ ഇലക്ഷനിൽ മത്സരിക്കുമെന്ന് പറയുന്നു, ഞാൻ മത്സരിക്കില്ല എന്ന് പറഞ്ഞാൽ ഒരുപോലെ പാർട്ടി അച്ചടക്ക വിരുദ്ധമാണ്, പാർട്ടി വിരുദ്ധമാണ്. പിന്നെന്താണ് പാർട്ടി പറയും പോലെ? അങ്ങനെയാണ് സംഗതി. ഇന്നിപ്പോ
എന്നിട്ട് കൊല്ലത്തുകാരുണ്ടല്ലോ നമ്മുടെ ഇവിടെ കാസർഗോഡ് MP, ഈ പേരൊക്കെ വിട്ടുവാണ്. അദ്ദേഹം പറയാണ് എൻ്റെ പ്രവൃത്തി അനുസരിച്ച് എനിക്ക് അവസരം കിട്ടിയില്ല കോൺഗ്രസിൽ നിന്ന്. എന്താണ് പ്രവൃത്തി? പെണ്ണുപിടിയ അതൊക്കെ വന്ന് കേസറിയാലോ. MP ആയില്ലോ 200 പ്രാവശ്യം. ഇനി എന്താ നിങ്ങൾ കിട്ടാത്തത്? നിങ്ങളെപ്പോലെയുള്ള നിങ്ങളെക്കാൾ മിടുക്കന്മാരെ എത്ര ലക്ഷം ആൾക്കാർ ഒരു വാർഡ് മെമ്പർ പോലും ആകില്ലേ? മുരളീധരൻ പറയുന്നു എന്നെ പാർട്ടി ഒതുക്കി, എനിക്കൊന്നും കിട്ടിയില്ല. എന്താണ് KPCC പ്രസിഡന്റ് വരെയായി. KPCCയുടെ പ്രസിഡന്റുമായിട്ട് പറയാണ് എനിക്കൊന്നും കിട്ടിയില്ല. ഒരു മന്ത്രിയായി കഴിവോട്ട് കളഞ്ഞത്. അദ്ദേഹം നിങ്ങളെക്കാൾ ബുദ്ധിയുള്ള ജനകോടികൾ ഒരു പഞ്ചായത്ത് മെമ്പർ ആയിട്ടില്ല. എന്നിട്ട് നിങ്ങൾ കിട്ടിയതുവരെ ഞങ്ങൾ ആവശ്യം മുട്ടിയില്ല എന്നാണ്. ഈ വടകരയിൽ ഈ കാസർഗോഡ് MP ഉണ്ടല്ലോ, എല്ലാത്തും എടുത്താണല്ലോ. അവിടെ ഓട്ടോറിക്ഷ ഡ്രൈവർ പോലീസ് ബുദ്ധിമുട്ട് വെച്ച ആൾ ആത്മഹത്യയുണ്ട്. അതിനെക്കുറിച്ച് ഒരക്ഷരം ഈ മനുഷ്യൻ പറഞ്ഞാൽ ഞാൻ ഇത് കണ്ടിട്ടില്ല. എന്തിനും എടുത്തെടുക്കുന്ന ആളാണ്, എന്തിനും വാദവരാതെ പ്രസംഗിക്കുന്ന ആളാണ്. ഒരു ലക്ഷം പറഞ്ഞാൽ കേട്ടില്ല, 18 അറിയില്ല, ഞാൻ കേട്ടില്ല, കണ്ടില്ല വാർത്തയിലൊന്നും. അപ്പൊ എന്താണ്? എത്ര കിട്ടിയാലും പോരാ, എനിക്ക് വേണം എന്നുള്ളത്, പാർട്ടിക്ക് വേണം, പാർട്ടിയാണ് വലുതെന്ന് പറയുന്ന ഒരു കോൺഗ്രസ് നേതാവ്. അതുപോലെ തന്നെയാണ് ഇപ്പോൾ CPMന്റെ അവസ്ഥയും. കോൺഗ്രസ് വൽക്കരണം നടത്താണ് CPM. പിണറായി വിജയനും ഗ്രൂപ്പും കൂടി ഇപ്പോൾ നൽകുകളില്ലാതെ സംഘപരിവാറിൻ്റെ അടിയേറ് വച്ചിട്ട് ഇപ്പോൾ അധികാരം മാത്രമാണ്. ഇപ്പോൾ കമ്മിറ്റിയോട് തർക്കമുണ്ടാകുന്ന കിട്ടിയ പങ്കിട്ട് വിഹിതം പോരാന്നല്ല, ആദർശപരമായിട്ടല്ല. അവിടെ മണ്ണ് നിർത്തി, ഇവിടെ പെട്രോൾ പമ്പ് കൊടുത്ത് അത് ഞങ്ങൾക്ക് വിഹിതം കിട്ടിയില്ല. വിഹിതം പങ്കിടുന്നതിലാണ് ഇപ്പോൾ CPMന്റെ ലഹള, അല്ലാതെ ആദർശപരമായിട്ടൊന്നുമില്ല. നല്ലൊരു പ്രത്യയശാസ്ത്രമായിരുന്നു കമ്മ്യൂണിസ്റ്റ് പാർട്ടി, ഭൗതികമായിട്ടാണെങ്കിലും അതിനെ ഇന്ന് ഊന്നിനും കൊള്ളാത്ത വിഹിത പങ്കുവയ്പിൽപ്പെട്ട ഗ്രൂപ്പായി കഴിഞ്ഞു. എന്തൊരു പ്രതിഭാസം നോക്കി. പിന്നെ ചില മഹാന്മാരുണ്ട്, ലോക മഹാന്മാർ. PC ജോർജിൻ്റെയൊക്കെ ധാരണ ഈ പൂച്ച കണ്ണടിച്ച് പാൽ കുടിക്കുമ്പോൾ ഒന്നും അറിയില്ല, ആരും അറിയില്ലെന്നാ. PC ജോർജ് പ്രസ്താവനയുണ്ട്, 40,000 മുസ്ലിങ്ങൾ പാലക്കാട് മണ്ഡലത്തിലുണ്ട്. ആ 40,000 മുസ്ലിങ്ങളും 8 ബ്ലോക്കായിട്ട് UDF സ്ഥാനത്ത് വോട്ട് ചെയ്തത്. എന്നിട്ട് പുറകിൽ പറയാനുണ്ടോ അങ്ങനെ നല്ല മുസ്ലിങ്ങൾ വോട്ടിടുന്നു. ഈ പിന്നെ പോപ്പുലർ ഫ്രണ്ട് പോലോ അല്ലെങ്കിൽ SDPI പോലെയുള്ള നല്ല മുസ്ലിങ്ങളെന്ന് പറഞ്ഞാൽ ജോർജിന്റെ വായിൽ വന്നില്ല. 40,000 മുസ്ലിം ഉള്ളൂ എന്ന് പറഞ്ഞാൽ ആ 40,000 മാങ്കൂട്ടത്തിൽ വോട്ട് ചെയ്തു. എൻ്റെ PC ജോർജ്, നിങ്ങൾക്ക് കടുക് ചോരുന്നത് കാണും, തേങ്ങ ചോരുന്നത് കാണില്ല. അതിന് ഉദാഹരണം പറഞ്ഞാൽ ഇന്നൊരു മഹാൻ പറഞ്ഞതാണ്, വഖഫ് ബോർഡ് $9 ലക്ഷം ഉണ്ട്. ആദ്യം വഖഫ് ബോർഡ് രൂപീകരിച്ച സമയത്ത് 10,000 ഏക്കർ സ്ഥലം ഉണ്ടായുള്ളൂ. അതിപ്പോൾ 9 ലക്ഷമായി. എന്തോ വലിയ വിരോധാഭാസമാണ്. അന്യായമായിട്ടാണ് ഈ വഖഫ് ബോർഡ് നല്ല ഒരു ബോർഡ് അനുവദിക്കരുത്, ഇടിച്ച് അകത്തിടണം, അതൊന്നും തെറ്റൊന്നുമില്ല. പക്ഷേ സഭയുടെ 20 ലക്ഷം കോടി ഏക്കറുണ്ട് സഭയ്ക്ക് ഇന്ത്യയിൽ. അതാരും കാണുന്നില്ല. അത് തേങ്ങയാണ്, തേങ്ങ കാണൂല, വലുതല്ലേ. ഈ കടുക് ചേർത്താൽ കാണും. ഞങ്ങളൊരു കാര്യം പറയാം, സഭയോടുകൂടി ഒരു കാര്യം പറഞ്ഞാൽ നിർത്തിയേക്കാം. 10,000 പേരിൽ താഴെയുള്ള ക്രിസ്തെങ്കിൽ വിചാരിച്ചാൽ ഇവിടെ നടക്കൂല. മുസ്ലിം സമുദായം ചെയ്യാനും പറ്റില്ല. പക്ഷേ ഞങ്ങൾ മുസ്ലിം സമുദായം ഇപ്പം സഭയോട് അല്പം പിന്നത് ഒരു കുറ്റപ്പെടുത്തല്ല, പരിഭവം ഉണ്ടെന്ന് വെച്ചാൽ സഭ നേരിട്ട് ഇറങ്ങുന്നു. സഭ നേരിട്ടിറങ്ങി അതിന് ഉത്തരവാദിത്തമായി. ക്രിസ്തങ്കി വന്നോട്ടെ, അല്ലെങ്കിൽ 10,000-10,000 ഉള്ള പോപ്പുലർ ഫ്രണ്ടുകാരോ വന്നോട്ടെ, അതൊന്നും ഹിന്ദു സമുദായത്തിനൊന്നും വിഷയമല്ല. അല്ലെങ്കിൽ 10,000-10,000 ഉള്ള ക്രിസ്തങ്കി വന്നാലും മുസ്ലിം സമുദായം വിഷയമല്ല. പക്ഷേ സഭ നേരിട്ട് ഇറങ്ങുമ്പോൾ ഞങ്ങൾക്ക് പറയേണ്ടി വരും, അല്ലെങ്കിൽ പിന്നെ മണ്ടനാവൂലേ. അതുപോലെ മുസ്ലിം സമുദായം മൊത്തത്തിലാണെങ്കിൽ ഹിന്ദു സമുദായത്തിന് പ്രശ്നമാവും, അനുകൂലിക്കാൻ പറ്റില്ല. സഭ, ഞാൻ ഒരു കാര്യം പറഞ്ഞത്, സഭയൊക്കെ ഈ മുസ്ലിം സമുദായത്തോട് ഇത്ര എതിർപ്പും വൈരാഗ്യമാണെങ്കിൽ 20-30 കോടിയോളം വരുന്ന മുസ്ലിം ജനസംഖ്യ ഇന്ത്യയിൽ, എന്നിട്ട് 2% എന്ന് പറഞ്ഞാൽ 3 കോടിയോളം വരുന്ന ക്രിസ്ത്യൻ സമൂഹത്തിന് വാക്കുകൊണ്ട് പ്രവൃത്തി കൊണ്ടോ ലിഖിത ഭാഷയിൽ കൂടിയോ
നാളിതുവരെ എവിടെയെങ്കിലും ഒരു ബുദ്ധിമുട്ടാക്കിയിട്ടുണ്ടോ? അല്ല നിങ്ങളുടെ ആഭ്യന്തര കാര്യത്തിൽ കൈകടത്തിയിട്ടുണ്ടോ? ഇപ്പോൾ 20 ലക്ഷം കോടി ഏക്കറാണ്. നമ്മൾ മുസ്ലിങ്ങൾ ആരും അതിനെക്കുറിച്ച് പറയുന്നില്ല. ഇതൊക്കെ സഭയുടെ കാര്യമാണ്, സർക്കാർ നോക്കിക്കൊള്ളും. അല്ലെങ്കിൽ മറ്റൊരുപടി കാര്യങ്ങളുണ്ട്, അതിലൊന്നും മുസ്ലിങ്ങൾ ഇടപെടുന്നില്ല. എന്നിട്ടും മുസ്ലിങ്ങളെ ഇപ്പോൾ തിരഞ്ഞു പിടിച്ച് ശത്രുവാക്കിയപ്പോൾ സഭ മണ്ടന്മാരെല്ലാം ബുദ്ധിയുള്ളവരാണല്ലോ. സഭ ഒരു കാര്യം മനസ്സിലായി, ഈ മുഖ്യ ശത്രുവിനെ തോൽപ്പിക്കാൻ ചെറിയ ശത്രുവിനെ കൂട്ടുപിടിക്കാനുള്ള ഒരു നബി വചനമുണ്ട്. ഇത് തന്നെയാണ് ക്രിസ്തുവൻ പറയുന്നതും ശ്രീരാമൻ ഭഗവാൻ എല്ലാം പറയുന്നത്. എന്നാണ് മുഖ്യ ശത്രുവിനെ തോൽപ്പിക്കാൻ ചെറിയ ശത്രുവിനെ കൂട്ടുകൂടാന്ന്. അതൊരു ലോക ഫിലോസഫിയാണ്. അപ്പം ഇപ്പോൾ സഭയെ സംബന്ധിച്ച് പാവപ്പെട്ട ക്രിസ്ത്യാനിയല്ല, സഭയുടെ നേതൃത്വമാണ്. അപ്പോൾ ക്രിസ്ത്യാനി പാവങ്ങൾ അപ്പം അധ്വാനിച്ച് ഇത്രയും ശാരീരികമായിട്ട് അധ്വാനം ജീവിക്കുന്നവർക്ക് വേറെ ലോകത്തില്ല, അല്ലെങ്കിൽ ഇന്ത്യയിലെങ്കിലും ഇല്ല. അതുകൊണ്ട് അവർ നമ്മൾക്കൊരു കുറ്റപ്പെടുന്നില്ല, അവർക്ക് വെറും മാറ്റിയ പാവങ്ങളാണ്. അപ്പോൾ നിങ്ങൾക്ക് മുഖ്യ ശത്രു ഇപ്പോൾ RSS അല്ല മുസ്ലിങ്ങളാണ് വെച്ചിട്ടില്ല ഇപ്പോൾ RSSനെ സഹായിക്കുന്നത്. ഇല്ലേ സഭയെ, ഇല്ലേ ദീപികയെ? നിങ്ങൾ വായുതോർത്ത് പറയുമ്പോഴേ അതൊന്നും മറ്റാരും മനസ്സിലാകുന്നില്ല, മറ്റാർക്കും ഉൾക്കൊള്ളുന്നില്ല. ഞങ്ങൾ തന്ത്രപരമായിട്ട് ഈ വിഡ്ഢികളൊക്കെ മണ്ടത്തരം കാണിക്കുകയാണ് എന്ന് വിചാരിക്കരുത്. എല്ലാ തിണ്ണയും മണ്ണല്ല, ചില തിണ്ണ കല്ലുണ്ട് പറയും. ചിലത് ഇരിക്കുക തിണ്ണ പണ്ട് പണി, അത് കല്ലുകൊണ്ട് പണിയുന്നുണ്ട്, ചില മണ്ണിട്ട് പണി. അതുപോലെയാണ് സഭ. സഭ ദീപികയിലൊക്കെ എഴുതുന്ന മുഖപ്രസംഗമൊക്കെ കണ്ട ഗൗരവം ഇത്ര മോശമല്ല. നിങ്ങൾ മുഖ്യ ശത്രുവായിട്ട് കാണുന്നത് ഇന്ത്യയിലെങ്കിലും മുസ്ലിങ്ങളാണ്. അത് നിങ്ങളുടെ നാശത്തിൻ്റെ ആരംഭമാണ്. വേറെ വന്നു കഴിഞ്ഞാൽ മണിപ്പൂരിൽ നിന്ന് വന്നില്ലേ, മിസോറ കേന്ദ്രമായിട്ട് ഒരു ക്രിസ്ത്യൻ രാഷ്ട്രം ഉണ്ടാക്കാൻ ശ്രമിക്കുന്നു, അതിന് അമേരിക്ക കൂട്ടുവെക്കുന്നു, അതിന് പ്രശ്നം ഉണ്ടാക്കുന്നു പറഞ്ഞാൽ ഒരു വാർത്ത വന്നു കഴിഞ്ഞു. അപ്പോൾ ഇസ്രായേൽ വച്ചുപോലെ ബംഗ്ലാദേശിനും ഇന്ത്യക്കും മ്യാൻമാറിനൊക്കെ ഇടയ്ക്ക് ഒരു ക്രിസ്തീയ രാജ്യം ഉണ്ടാക്കി അവിടെ പട്ടാളത്തെയും നിന്ന് ഇന്ത്യയും ചൈനയും ബംഗ്ലാദേശും ഒക്കെ എതിർക്കാൻ വേണ്ടിയുള്ള സന്നാഹം ഉണ്ടാക്കാൻ വേണ്ടി കളിയാണ് കളിക്കുന്നത്. ഇതൊന്നും ഇവിടുത്തെ സംഘപരിവാറിന്റെ വിഷയമില്ല കേട്ടോ. ഒരു ക്രിസ്ത്യൻ വോട്ട് കിട്ടിയാൽ മതി. എന്ത് മനസ്സിലായി? ഇതുപോലെ 48 കൊണ്ടുവന്ന് ഇസ്രായേലിലെ 10 ഇസ്രായേൽ കൊണ്ട് നിർത്തിയത്, അത് WPDF അത് മുഴുവൻ പ്രദേശമായി. ഈ ടെൻറ്റിൽ ഒട്ടകത്തിൽ കിടക്കാൻ അനുവാദം കൊടുത്തപോലെ അവസാനം അറബി പുറത്തായതുപോലെ. അപ്പോൾ ഏതായാലും കാര്യങ്ങൾ ഇതൊക്കെ പറയുമ്പോൾ വരികൾക്കിടയിൽ നിങ്ങൾ മനസ്സിലാക്കിയിട്ട് ബുദ്ധിപൂർവ്വം പ്രവർത്തിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്താൻ നിങ്ങൾക്ക് ഒരായി നന്ദി. ജയ് ഹിന്ദ്.